എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് വന്നിട്ടുള്ളത് രണ്ട് വലിയ കൊമ്പന്മാരായിട്ടാണ്. അപ്പോ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു ബൊലേറോ മാക്സ് പിക്കപ്പ് ട്രക്ക് സിറ്റി വേർഷൻ. ഇപ്പൊ നമ്മുടെ അടുത്തുള്ളത് HV ആണ്, അഥവാ ഹെവി ഡ്യൂട്ടി. അപ്പൊ അത്യാവശ്യം നല്ല പവർഫുൾ വാഹനങ്ങളാണ്. ഞാൻ നേരത്തെ സിറ്റിയുടെ വീഡിയോയിൽ പറഞ്ഞിട്ടായിരുന്നു നമ്മൾ HD കൊണ്ടുവരുന്നത്. അപ്പൊ ഇതാ കൊണ്ടുവന്നിരിക്കുന്നത് നിങ്ങളുടെ മുന്നിൽ. അപ്പൊ സിറ്റി എന്ന് പറഞ്ഞാൽ സിറ്റി പർപ്പസിന് കൂടുതൽ ഉപയോഗിക്കുന്നത്, കുറച്ചുകൂടി അത്യാവശ്യം നല്ല ടേണിംഗ് റേഡിയസ്, പിന്നെ കുറച്ചുകൂടി കുഞ്ഞൻ വാഹനമാണ്. വീതിയൊക്കെ 5.5 ഫീറ്റ് ആണ്, അടിയാണ് വരുന്നത് വാഹനത്തിന്റെ വീതി സിറ്റി. എന്നാൽ നമ്മുടെ HDയിൽ 5.9 അടിയാണ് വരുന്നത്. 5.9 ഫീറ്റ് ആണ് വാഹനത്തിന്റെ വീതി വരുന്നത്. അപ്പോ ഇത് ആക്ച്വലി നമ്മുടെ 1.3 ആണ്, 1300 കിലോഗ്രാം പേലോഡ് കപ്പാസിറ്റി വരുന്ന വാഹനമാണ് നമുക്ക്. എന്നാൽ അതിന്റെ ഇടയിൽ വേറൊന്നും കൂടി വരുന്നുണ്ട്, 1.7, അതായത് 1700 കിലോഗ്രാം വഹിക്കാൻ പറ്റുന്ന വാഹനം. പിന്നെ നമ്മുടെ ഏറ്റവും പവർഫുൾ ആയ വാഹനം, അഥവാ ഏറ്റവും പേലോഡ് കയറ്റാൻ പറ്റിയ വാഹനമാണ് 2.0L, അതായത് 2000 കിലോഗ്രാം അഥവാ 2 ടൺ നമുക്ക് വാഹനത്തിൽ കയറ്റാൻ പറ്റും. അപ്പൊ ഇതിന്റെ വീലിന്റെ സൈസ് മാറും, അതായത് 16 ഇഞ്ച് വീൽസ് ആവും. ബാക്കി എല്ലാത്തിലും നമുക്ക് 15 ഇഞ്ചിന്റെ വീൽസ് ആണ് വരുന്നത്. അപ്പൊ ഇതിന്റെ എഞ്ചിൻ കരുത്തൻ എഞ്ചിനാണ്, 2523 cc എഞ്ചിൻ, 4 സിലിണ്ടർ M2DI എഞ്ചിനാണ് വരുന്നത്. പിന്നെ ഇതിന്റെ NM ഓഫ് ടോർക്ക് എന്ന് പറഞ്ഞാൽ 220 NM ഓഫ് ടോർക്കും അതുപോലെ തന്നെ 80 ഹോഴ്സ് പവർ ആണ് ഈ വാഹനം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നമ്മുടെ സിറ്റിയിൽ ആക്ച്വലി 200 NM ഓഫ് ടോർക്കും അതുപോലെ തന്നെ 70 ഹോഴ്സ് പവർ ആണ് പ്രൊഡ്യൂസ് ചെയ്യുക. എന്നാൽ ഇതിൽ കുറച്ചുകൂടി 20 NM ഓഫ് ടോർക്ക് കൂടുതലാണ്, അതുപോലെ തന്നെ ഹോഴ്സ് പവർ 10 കൂടുതലാണ്. അപ്പൊ അത്യാവശ്യം നല്ല പവർഫുൾ വാഹനമാണ്. അപ്പൊ ഇവർക്ക് വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് ഇതിനെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് അറിയാം. ആദ്യത്തെ ചോദ്യം എന്താവും, ഈ വാഹനം എത്ര തരും? അതെ, 1 ലിറ്റർ ഡീസൽ അടിച്ചാൽ എത്ര ഫ്യൂൽ കപ്പാസിറ്റി, അതായത് മൈലേജ് എത്ര തരുന്നില്ലേ? അപ്പോൾ 15 കിലോമീറ്റർ പെർ ലിറ്റർ ആണ് ഈ രണ്ട് വാഹനങ്ങൾക്കും തരും HD ശ്രേണിയിൽ. നമ്മുടെ ആക്ച്വലി ഈ ഒരു 2 ടൺ ആകുമ്പോൾ കുറച്ചുകൂടി വെയിറ്റ് കൂടുമ്പോൾ വീലിൻ്റെ സൈസും കൂടുന്ന കാരണം ചെറിയൊരു വേരിയേഷൻ കുറച്ചുകൂടി കുറവും, അറൗണ്ട് 13 to 14 ആയിരിക്കും ചിലപ്പോൾ അറൗണ്ട് ഇതിന് വരിക. പക്ഷേ ജനറലി നമ്മൾ പറയുകയാണെങ്കിൽ 15 കിലോമീറ്റർ പെർ ലിറ്റർ ആണ് മൈലേജ് രണ്ടിൻ്റെ വരുന്നത്. അപ്പോൾ ഫ്രണ്ട് എല്ലാം നമ്മുടെ ബൊലേറോ ഇൻസ്പയർഡ് ഫ്രണ്ട് തന്നെയാണ്. അത്യാവശ്യം കാണാൻ നല്ല എന്താ പറയുക, ഒരു മസ്കുലർ ലുക്ക് പോലെ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട് ഗ്രില്ല് കാണാൻ നല്ല ഭംഗിയുണ്ട്. പിന്നെ നമുക്ക് ഒരു ക്രോമിയം ഫിനിഷ് കാണാം, ബ്ലാക്ക് മാറ്റ് ഫിനിഷ്, മഹീന്ദ്രയുടെ ലോഗോ, പിന്നെ ഹാലജൻ്റെ ഹെഡ് ലാമ്പ്, പിന്നെ സെയിം ഹാലജൻ്റെ ടേൺ ഇൻഡിക്കേറ്റർ, പാർക്ക് ലൈറ്റ്സ്, ഫോഗ് ലാമ്പിൻ്റെ പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട് കേട്ടോ. പിന്നെ ആ ഒരു ലീഫിൻ്റെ സസ്പെൻഷൻ്റെ ബോൾട്ടും നെറ്റൊക്കെയാണ് കാണുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്. പിന്നെ മൈലേജ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. പിന്നെ ഈ വാഹനത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം പറഞ്ഞാൽ പേലോഡാണ്. അപ്പോൾ ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ ഇതിന് 2000 കിലോഗ്രാം നമുക്ക് വഹിക്കാൻ പറ്റും. എന്നാൽ ഇതിൽ 1300 കിലോഗ്രാമാണ് വഹിക്കാൻ പറ്റുക. ഇതിൻ്റെ ഇടയിലൊന്ന് വരുന്നുണ്ട്, അത് നമുക്ക് അവൈലബിൾ അല്ലായിരുന്നു, അതുകൊണ്ട് കൊണ്ടുവരാൻ പറ്റിയില്ല. അത് 1700 കിലോഗ്രാമിൻ്റെ ആണ്. അപ്പോൾ ഈ HD എന്ന് പറഞ്ഞാൽ ഹെവി ഡ്യൂട്ടിയാണ്. സിറ്റി പറഞ്ഞാൽ സിറ്റി പർപ്പസിന് കുറച്ചുകൂടി ചെറിയ വാഹനമാണ്. അപ്പോൾ അത്യാവശ്യം നല്ല ടേണിംഗ് റേഡിയസ് ഒക്കെ ഉള്ളൊരു വാഹനമാണ്. പിന്നെ നമുക്ക് സൈഡിലേക്ക് വരികയാണെങ്കിൽ ഇതിൽ 2 വേരിയൻസ് ആണ് വരുന്നത്, VXIയും അതുപോലെ തന്നെ LX ബേസ് വേരിയൻ്റ് ആണ്. VXIയിൽ നമുക്ക് AC വരുന്നുണ്ട്, അതുപോലെ തന്നെ IMAX ടെക്നോളജി പറഞ്ഞൊരു സംഭവം വരുന്നുണ്ട്. IMAX ടെക്നോളജി പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. അതിൻ്റെ ഒരു ബാഡ്ജിങ് അതാ ഈ വാഹനത്തിൽ വരുന്നുണ്ട്, മഹീന്ദ്ര IMAX. ഇതിലെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ആപ്പാണ് മഹീന്ദ്രയുടെ. അപ്പോൾ നമുക്ക് വാഹനത്തിൻ്റെ ജിയോ ഫെൻസിങ് നോക്കാം, അതായത് വാഹനം എങ്ങോട്ടൊക്കെ പോകുന്നു, പിന്നെ നമുക്ക് റൂട്ട് പ്ലാൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു വാഹനത്തിൽ കുറച്ച് ഗുഡ്സ് കയറ്റിയിട്ട് എല്ലാവരും ഇങ്ങനെ ഡ്രോപ്പ് ചെയ്ത് പോകേണ്ടി വരുമല്ലോ. അപ്പോൾ ഏറ്റവും നല്ല മൈലേജ് എഫിഷ്യൻ്റ് അല്ലെങ്കിൽ ഏറ്റവും നമുക്ക് ഫ്യൂവൽ എഫിഷ്യൻ്റായ റൂട്ട് പറഞ്ഞുതരും. അതായത് നമുക്ക് റീറൂട്ടിങ് ചെയ്തിട്ട് പോകേണ്ട ആവശ്യമില്ല. പ്രോപ്പർ വഴി ഏത് കൂടെ പോയാലും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ഡ്രോപ്പ് ചെയ്തിട്ട് ഫ്യൂവൽ സേവ് ചെയ്തിട്ട് പോകാമെന്ന് പറഞ്ഞുതരും. പിന്നെ വാഹനം എങ്ങോട്ട് പോയാലും നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. വാഹനത്തിന് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ആപ്പ് വഴി അറിയാൻ പറ്റും. അത് ടോപ്പിൻ്റെ വേരിയൻറ്റിലേ വരുന്നുള്ളൂ, അതായത് VXI. പിന്നെ നമുക്ക് പിന്നിൽ റിയർ ലൈറ്റ്സ് LED ആണ് വരുന്നത് VXIയിൽ. എന്നാൽ LXൽ നമുക്ക് ഹാലജൻ തന്നെയാണ് വരിക. പിന്നെ ഹാലജൻ ടേൺ ഇൻഡിക്കേറ്റേഴ്സ് ആണ് വരുന്നത്, ഹാലജൻ്റെ റിവേഴ്സ് ലൈറ്റ്സും, പിന്നെ റെയർ പാർക്കിംഗ് സെൻസേഴ്സ് വരുന്നുണ്ട്. അടിപൊളിയായിട്ടില്ലേ? നമ്മുടെ ആക്ച്വലി വീരോയിൽ എന്ന റെയർ പാർക്കിംഗ് ക്യാമറ പോലും വരുന്നുണ്ട്. മഹീന്ദ്ര അത്രയും എന്താ പറയുക, ഒരു അഡ്വാൻസ്ഡ് ആയിട്ട് ചിന്തിക്കുന്ന ഒരു ബ്രാൻഡാണ് എനിക്ക് തോന്നുന്നത്. അത്യാവശ്യം കുറേ ഇന്നോവേഷനൊക്കെ കൊണ്ടുവരുന്നതാണ്. നമുക്ക് സ്പെയർ വീൽ ഇവിടെ വരുന്നുണ്ട്. ഇത് 15 ഇഞ്ചിൻ്റെ വീൽസാണ്, എന്നാൽ ഇത് 16 ഇഞ്ചിൻ്റെയാണ്. കാരണം 2000 കിലോഗ്രാം ആണല്ലോ, കുറച്ചുകൂടി വെയിറ്റ് കൂടുതലാണ്. പിന്നെ 220 NM ഓഫ് ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന കാരണം എന്ന് കഴിഞ്ഞാൽ വാഹനം ഓടിച്ചപ്പോൾ ഭയങ്കര പുള്ളാണ് കേട്ടോ. അപ്പോൾ സാധനങ്ങൾ വഹിച്ച് പോവുകയാണെങ്കിലും അത്യാവശ്യം നല്ല മൈലേജും പിന്നെ റോഡ് കൂടെ ഒക്കെ പോകുമ്പോൾ ഭയങ്കര കംഫർട്ടബിൾ ജേർണി ആയിരിക്കും. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. എൻ്റെ ലോഡിംഗ് ബേ കാണട്ടെ. അതെ, എന്തൊരു വെയിറ്റാ! ഇതാണ് വാഹനത്തിൻ്റെ ലോഡിംഗ് ബേ വരുന്നത്. ഇപ്പോൾ ഇതിൻ്റെ ഡെപ്ത് എന്ന് പറഞ്ഞാൽ 2 അടിയാണ് വരുന്നത്. വീതി 5.9 അടിയാണ്. എന്നാൽ നമ്മുടെ സിറ്റി ശ്രേണിയിൽ 5.5 അടി വരുന്നുള്ളൂ. ഇതിന് വീതി കൂടുതലാണ്, കാരണം HD ആണല്ലോ. അതിൻ്റെയും സെയിം ആണ്. എന്നാൽ നീളം വ്യത്യാസമുണ്ട്. അതായത് ഈ വാഹനത്തിൻ്റെ നീളം 10 അടിയാണ്, ഇതിൻ്റെ 9 അടിയാണ്. ക്ലിയർ ആയോ? നമ്മുടെ
3-ലും 1.7-ലും നമുക്ക് 9 അടിയാണ് വരുന്നത്. എന്നാൽ നമുക്ക് 2000 കിലോഗ്രാം കയറാൻ 2.0 L-ലും അതുപോലെ തന്നെ 1.7 L-ലും നമുക്ക് 10 അടിയാണ് വരിക. അപ്പോൾ ക്ലിയർ ആയില്ലേ? അപ്പോൾ ഇത്രയും ലോഡിംഗ് ബേ കപ്പാസിറ്റി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊന്ന് അടയ്ക്കാം. അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. പിന്നെ ഒരു ചെറിയൊരു എന്താ പറയുക, അറ്റൻഷൻ ടു ഡീറ്റെയിൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു റബ്ബർ ബുഷാണ്. അത് നോക്കി നോക്കുക, എത്ര ചിന്തിച്ചിട്ടാണ് അവർ വെച്ചിരുന്നത്. അതായത് നമ്മൾ ഇത് അടയ്ക്കുമ്പോൾ ഈ ഒരു ഭാഗത്ത് പാട് വരണ്ടെന്ന് വെച്ചിട്ടാണ് ഈ ഒരു സംഭവം വെച്ചിട്ട് സൗണ്ടും വരേണ്ടത് വെച്ചാൽ. അപ്പോൾ നമുക്ക് കണ്ടോ, നമുക്ക് സുഖമായിട്ട് ഇങ്ങനെ അടയ്ക്കാൻ പറ്റും. ഇവിടെ ഒന്നും പാടോ സ്ക്രാച്ചോ ഇല്ല, തേയ്മാനോ ഒന്നും വരില്ല. അതൊരു ഭയങ്കര തോട്ട്ഫുള്ളായിട്ടാണ് മഹീന്ദ്ര ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഈ ഒരു ലോഡിംഗ് ബേയുടെ ഡോറ് നമുക്ക് ഇതൊന്നുകൂടി പിന്നോട്ടാക്കിയിട്ട് ഇതാ കണ്ടോ. പിന്നെ നമുക്ക് റെയർ പാർക്കിംഗ് സെൻസേഴ്സ് വരുന്നുണ്ട്. പിന്നെ ഈ ഡോറ് തുറക്കുമ്പോൾ തട്ടണ്ടാച്ചിട്ട് ഒരു റബ്ബർ ബുഷ് വരുന്നുണ്ട്, ലൈറ്റിലൊന്നും ഡാമേജ് വരണ്ടാച്ചിട്ട്. പിന്നെ ഇവിടെ നമുക്ക് ഒരു ബാറ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഈ വാഹനത്തിനെ പറ്റിയിട്ടുള്ള വിശേഷങ്ങൾ. എക്സോസ്റ്റ് പൈപ്പ് ഇവിടെയാണ് വരുന്നത്. പിന്നെ നമുക്കിവിടെ എക്സ്കൂളിൽ ബാഡ്ജിങ് കാരണം എക്സ്കൂൾ പറഞ്ഞ AC വേരിയൻ്റാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതാ ഇതിൽ AC ഇൻറ്റീരിയേഴ്സാണ് വരുന്നത്. നമുക്ക് ഇൻറ്റീരിയേഴ്സിലേക്ക് കടക്കാം. എന്തൊക്കെ ചേഞ്ചസ് ആണ്. സീറ്റ് അത്യാവശ്യം നല്ല എന്ത് ഇത് നോക്കി നോക്ക്, സീറ്റ് നോക്കിയൊക്കെ അത്യാവശ്യം നല്ല പ്രീമിയം സീറ്റാണ് കേട്ടോ. കണ്ടോ, നല്ല കുഷനിങ് ഉള്ള സീറ്റ്സാണ്. ഞാൻ ഇപ്പോൾ ഇരുന്നപ്പോൾ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് തോന്നി. പിന്നെ ഡിസൈൻ നോക്കിയൊക്കെ ഭയങ്കര പ്രീമിയം കാറിലൊക്കെ കണ്ടിട്ടുള്ള പോലത്തെ ടൈപ്പ് സീറ്റ്. പിന്നെ ഇവിടെ കുഷനിങ് വരുന്നുണ്ട്. ഡോർ ഹാൻഡിൽസ് ഇങ്ങനെയാണ് വരുന്നത്, അൺലോക്കും ലോക്കും. പിന്നെ ഇവിടെ ഒരു ഹാൻഡിൽ ബാർ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിവിടെ ഒരു ഫുഡ് സ്റ്റെപ്പ് കാണാം. പിന്നെ ഇത് മാനുവൽ വിൻഡോസാണ് വരുന്നത്. അപ്പോൾ സ്റ്റിയറിംഗ് ഇതാണ്. നമുക്ക് വാഹനം ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇത് ഇങ്ങനത്തെ ടൈപ്പ് ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ് വരുന്നത്. ഡിജിറ്റൽ അല്ല, ഇങ്ങനത്തെ ഒരു ടൈപ്പാണ് വരുന്നത്. പിന്നെ കിലോമീറ്റർ ഇവിടെയാണ് കാണിക്കുക. അതുപോലെ തന്നെ കിലോമീറ്റർ അകത്ത് ഓടി, ഇത് സ്പീഡോമീറ്റർ, പിന്നെ RPM മീറ്ററും, പിന്നെ ടെമ്പറേച്ചർ, ഫ്യൂവലിൻ്റെ ഒരു സംഭവം. പിന്നെ ഹാൻഡ് ബ്രേക്ക് ഓണാണ്, അതുകൊണ്ടാണ് കാണിക്കുന്നത്. മാനുവൽ ഗിയർ ബോക്സ് 1, 2, 3, 4, 5, 6 അല്ല, റിവേഴ്സ് ഗിയർ. പിന്നെ നമുക്കിവിടെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം എന്തെങ്കിലും വെക്കാനുള്ള ഒരു പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ചെറിയൊരു ഹോൾഡർ കൊടുത്തിട്ടുണ്ട്, സ്റ്റോറേജ് സ്പേസ്, ഫോണൊക്കെ വെക്കാൻ വേണമെങ്കിൽ. AC ഓണോ ഓഫ് ആക്കാനുള്ള ഓപ്ഷൻ. പിന്നെ ഇത് 3 ബ്ലോവറിൻ്റെ ഓപ്ഷനാണ് കൊടുത്തിട്ടുള്ളത്. ഇത് റൂം ടെമ്പറേച്ചറിൻ്റെ ഹോട്ടും കോൾഡും. പിന്നെ ഇത് തുറക്കാൻ പറ്റുമോ? യെസ്. അത്യാവശ്യം നല്ല സ്പേസുള്ള ഗ്ലോ ബോക്സാണ്, ഡോക്യുമെൻറ്റ്സ് ഒക്കെ വെക്കാനുള്ളത്. പിന്നെ ഇവിടെ ഒരു എക്സ്ട്രാ സ്പേസും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഏരിയയിൽ നമുക്ക് ചെറിയൊരു പാസഞ്ചറിൻ്റെ എന്തെങ്കിലും നമുക്ക് വെക്കാൻ പറ്റും. ഇവിടെ തണ്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ ആ സിറ്റിയുടെ വീഡിയോയിൽ പറഞ്ഞിരുന്നത് മഹീന്ദ്ര താർ ഇൻസ്പയർഡ് ഇൻറ്റീരിയേഴ്സാണ് കൊടുത്തിട്ടുള്ളത്. സ്റ്റിയറിങ്ങും ഹോണും അത്യാവശ്യം കൊള്ളാം. പിന്നെ ഇത് സൺവൈസേഴ്സ് വരുന്നുണ്ട്, മിഡിൽ റെയർ വ്യൂ മിററും. ഇവിടെ നമുക്ക് എന്തെങ്കിലും വെന്റിലേഷൻ, അതുപോലെ തന്നെ എന്തെങ്കിലും കാര്യങ്ങൾ ഇപ്പോൾ ഇവിടെ ലോഡ് ചെയ്യുന്ന ആൾക്കാരുടെ അടുത്ത് എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റാണ് കൊടുത്തിട്ടുള്ളത്. സീറ്റ് ബെൽറ്റ് കാണാം. പിന്നെ ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു വെൻറ്റിനെ പറ്റിയിട്ട്. ഇതിൻ്റെ വെൻറ്റ് എന്തിനാന്ന് വെച്ചാൽ ഈ ഒരു ഏരിയയിൽ കൂടെ വണ്ടി ഓടുമ്പോൾ കാറ്റ് പോവുകയാണെങ്കിൽ നമുക്ക് ഡ്രൈവറിൻ്റെ തല ഇവിടെ ആയിരിക്കുമല്ലോ. അപ്പോൾ ഈ ഒരു സംഭവം തുറന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല വെന്റിലേഷൻ ഉണ്ടാവും. AC ഓൺ ആക്കണമെന്ന് ഇല്ലെങ്കിൽ ഇത് ആക്ച്വലി യൂസ്ഫുൾ ആവാൻ മറ്റേ വേരിയൻറ്റിലായിരിക്കും. അതായത് AC ഇല്ലാത്ത വേരിയൻ്റല്ലോ, അതായത് LX വേരിയൻറ്റിലായിരിക്കും. പിന്നെ നമുക്ക് ടേൺ ഇൻഡിക്കേറ്റേഴ്സൊക്കെ ഹാലജൻ ആണ് വരുന്നത്. ബൊലേറോ മാക്സ് പിക്കപ്പ് ബാഡ്ജിങ് നമുക്ക് കാണാം അവിടെ. പിന്നെ ഇതാണ് ഫുഡ് സ്റ്റെപ്പ് വരുന്നത്. അപ്പോൾ ഇതൊക്കെ ആയിരുന്നു വാഹനത്തെ പറ്റിയിട്ട് വിശേഷങ്ങൾ. പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം കൂടി, നമുക്ക് ഇത് ആക്ച്വലി എല്ലാ ഡോറും നമുക്ക് താഴത്തേക്ക് തുറക്കാൻ പറ്റും. എല്ലാ സൈഡത്തെ ബൗണ്ടറി പോലത്തെ സംഭവം ഉണ്ടല്ലോ, അത് മൊത്തം നമുക്ക് തുറക്കാൻ പറ്റും. എങ്ങനെയാണെന്നല്ലേ, അതെ ഈ ഒരു ബോൾട്ട് ഉപയോഗിച്ചിട്ട് ഈ ഒരു 4 ബോൾട്ട് കൂടി ഊരിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഹിഞ്ച് കണ്ടല്ലോ, അപ്പോൾ ഇത് മൊത്തം തുറന്നു കഴിഞ്ഞാൽ നമുക്ക് സാധനങ്ങൾ കൂടുതൽ സുഖമായിട്ട് കയറ്റാൻ പറ്റും. അതേപോലെ ഇവിടെയും വരുന്നുണ്ട്. അപ്പോൾ 2 സൈഡ് നമുക്ക് തുറക്കാൻ പറ്റും. പിന്നും തുറന്നു കഴിഞ്ഞാൽ സാധനങ്ങൾ നല്ല വെയിറ്റുള്ള സാധനങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് കയറ്റിയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നതാണ്. പിന്നെ നമുക്ക് സർട്ടിഫൈഡ് ലിമിറ്റ് കാണിക്കുന്നുണ്ട്. കമേഴ്ഷ്യൽ വണ്ടികളുടെ അറിയാലോ, 80 km/h ആണ്. പിന്നെ സർട്ടിഫൈഡ് 3 സീറ്ററാണ്, 2 പാസഞ്ചേഴ്സും പിന്നെ 1 ഡ്രൈവറും. അതുപോലെ തന്നെ വൈപ്പേഴ്സൊക്കെ പൊസിഷൻ ഇങ്ങനെയാണ്. അത്യാവശ്യം നല്ല വിസിബിലിറ്റി ഉള്ളൊരു വാഹനമാണ് കേട്ടോ. അപ്പോൾ ഇത് വാങ്ങിക്കഴിഞ്ഞാൽ പൈസയ്ക്കൊത്ത വാഹനമാണ്, വാല്യൂ ഫോർ മണിയാണ്. അപ്പോൾ ഇതിലും നല്ല വീഡിയോസായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഈ ഒരു സീരീസ് കഴിഞ്ഞു, സിറ്റി ചെയ്തു, HD ചെയ്തു കഴിഞ്ഞിട്ട്. അപ്പോൾ നന്ദി, നമസ്കാരം. വേറെ ഒന്നുമില്ലല്ലോ. താങ്ക് യു.